നമുക്ക് ഈ ഒരു കമന്റ് നോക്കിയാലോ. എന്താണ്? മുജിസെ മുജുക്കോ, തുജിസെ തുജുക്കോ. എങ്ങനെയാണ് ഇതിന് അർത്ഥം വരുന്നത്, അല്ലേ? ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുജിസെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നോട് എന്നാണ്. എന്നോട്. ഇപ്പോൾ അവൻ എന്നോട് പറഞ്ഞില്ല, എങ്ങനെയാ പറയാ? ഉസ്നെ അല്ലെങ്കിൽ അവൾ, ആരായാലും കേട്ടോ. ഉസ്നെ മുജിസെ നഹി കഹ. അവൻ എന്നോട് പറഞ്ഞില്ല. ഉസ്നെ മുജിസെ നഹി കഹ. അവിടെ മുജിസെ എന്നുള്ള വേർഡാണ് വരുന്നത്. ഇനി അതുപോലെ എന്നോട് ചോദിക്കേണ്ട, എങ്ങനെയാ? മുജിസെ നഹി പൂച്ചന, മുജിസെ നഹി പൂച്ചന. അവിടെ എന്നോട് എന്നുള്ള അർത്ഥം വന്നു, അല്ലേ? ഇനി എന്താ ചോദിച്ചേ? മുജുക്കോ എന്നുള്ള വേർഡാണ്. ഈ മുജുക്കോ എന്ന് പറയുന്നതും മുജിസെ എന്ന് പറയുന്നതും ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇപ്പം മുജുക്കോ എന്ന് ചിലർ പറയുന്നത് കേൾക്കാം, അതുപോലെ തന്നെ മെരക്കോ എന്ന് പറയണേക്കാം കേട്ടോ. മെരക്കോ ബോലോ, അല്ലെങ്കിൽ മുജുക്കോ ബോലോ, മുജുക്കോ ബത്താവോ, മെരക്കോ ബത്താവോ. ഇതൊക്കെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഹിന്ദിക്കാർ സംസാരിക്കുന്ന. കറക്റ്റ് മുജിസെ എന്നുള്ളതാണ് ഗ്രാമർപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മുജിസെ എന്നുള്ള വേർഡാണ് കൂടുതലായിട്ട് പ്രയോഗിക്കുന്നത്. പക്ഷേ മെരക്കോ ബത്താവോ എന്ന് പറഞ്ഞാൽ എന്താ? എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുന്നതാ. അതല്ലെങ്കിൽ മുജുക്കോ ബത്താവോ, മുജുക്കോ എന്നോട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഒരു വാക്കിന് ഇപ്പം മുജുക്കോ എന്ന് പറയുമ്പോൾ എന്നോട് എന്നുള്ള അർത്ഥം പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഷോർട്ടിൽ പറഞ്ഞിരുന്നു. മുജെ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? എന്നെ എന്ന് പറയാനും എനിക്ക് എന്ന് പറയാനും നമ്മൾ ഈ മുജെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. മുജുക്കോ എന്ന് പറയുമ്പോൾ എന്നോട് എന്ന് പറയുന്നുണ്ട്, അല്ലേ? മുജിസെ എന്നുള്ള വേർഡിന് പകരം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് എന്നുള്ള അർത്ഥത്തിൽ ഇത് വരുന്നുണ്ട്. എങ്ങനെയാ? എനിക്ക് തരൂ, മുജുക്കോതോ, മേരക്കോതോ, ഇങ്ങനെയും പറയണേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. പല സ്ഥലങ്ങളിൽ പല രീതിയിൽ സംസാരിക്കുന്നത് മാത്രം മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനനുസരിച്ചിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ഒരു അർത്ഥത്തിന് മാറ്റം വരും. ഇപ്പം എനിക്ക് നാണോ എന്നോട് നാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്? തുജുക്കോ. തുജുക്കോ അല്ലെങ്കിൽ തുജിസെ എന്ന് പറയുമ്പോൾ അത് നിന്നോട്. തുജിസെ, മുജിസെ എന്നോടാണെങ്കിൽ തുജിസെ നിന്നോട്. ഓക്കെ, മേ തുജിസെ ബാത്ത് നെഹി കരൂങ്ക. ഞാൻ നിന്നോട് സംസാരിക്കില്ല. മേ തുജിസെ ബാത്ത് നെഹി കരൂങ്ക എന്ന് പറയാം. അതല്ലെങ്കിൽ ഇവിടെയും കേൾക്കാം നമുക്ക് തുംസെ, തുംസെ, തെരേസെ. ഇതെല്ലാം നിന്നോട് എന്ന് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല. പല സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷനിൽ പലരും മാറ്റി മാറ്റി പ്രയോഗിക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷനായിട്ട് വരുന്ന വേർഡ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെമ്പേഴ്സ് ഓൺലി ചെയ്തത് കേട്ടോ, ഈ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 റുപ്പീസിൻ്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതൽ ക്ലാസ്സുകൾ ഓർഡറായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ.